ഒരു കാലത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും സുബി എന്ന് പറയുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു പരിപാടി മറ്റേ അവതരിപ്പിക്കാൻ അത് സുബിയൊക്കെ ആയിരിക്കും. ചേച്ചി വേറെ ചില പരിപാടികൾ പാചകരംഗം ചേച്ചിക്ക് ചിലപ്പോൾ ചാനൽ പറയും, അതിൽ നിന്ന് ഒരു പാചക ഷോ തുടങ്ങാൻ ശരി നമുക്ക് സുബിയെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനം ചാനലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, വേറെ ആരും അറിയത്തില്ലെന്ന്. അത്രയധികം ഒരു ബന്ധമായിരുന്നു. ചേച്ചി ആദ്യം കണ്ടതൊക്കെ ഓർക്കുന്നില്ലേ? തീർച്ചയായിട്ടും പിഷാരടി നല്ല ഓർമ്മയുണ്ട്. കാരണം 1999 സുബിനെ ആദ്യമായിട്ട് കാണുക. അത് കറക്റ്റായിട്ട് ഇയർ ഓർക്കാൻ കാരണം അന്നൊരു പുതിയ ചാനൽ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഓണത്തിനൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യണം. അതൊരു സ്പെഷ്യൽ ഷോ ആയിരുന്നു, സിനിമകളുടെ ഒരു സ്പെഷ്യൽ ഷോ. അപ്പോൾ അതിനൊരു 10-24 ആർട്ടിസ്റ്റ് വേണ്ടി വന്നു. അപ്പോൾ നമ്മളെ അറിയാലോ, സിനിമ ആദ്യം പല സ്റ്റേജസിലാണ്. അപ്പോൾ ചിലപ്പോൾ ഫീമെയിൽ തുടക്കകാലത്ത് മാത്രമേ ഉള്ളൂ, സിംഗിൾ ആങ്കറിങ് മാത്രം. അപ്പോൾ ഈ സമയത്തൊക്കെ 4 മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 4 പേരും ടിനി, സാജുക്കൊടിയൻ, മാർട്ടിൻ, തോപ്പിൽക്കൊടി, ഇവര്. അപ്പൊ ഈ ഷോന് എന്തായാലും ഒരു ഫീമെയിലിനെ കുറിച്ച് അപ്പനെ ആലോചിച്ചിട്ടില്ല. കാരണം ഈ ഫീമെയിൽസ് വരുമ്പോ കുറെ പ്രശ്നം. ഇത് അറിയാലോ, ഇത് നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണ് സിനിമ. അടുത്ത ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ നേരത്തെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ലൊക്കേഷൻ ഒന്നും അറിയാൻ പറ്റില്ല. അതുമല്ല അതിൽ അപ്പൊ ടിനിനോട് ഞാൻ ചോദിച്ചു, ഒരു ഫീമെയിൽ ഇതിൽ എന്തായാലും വേണം. അപ്പൊ എന്തായാലും ഞാൻ ടിനി എന്നോട് ചോദിച്ചു, ഇങ്ങനെ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ്. അത് ഡാൻസിനായിരുന്നു കേട്ടോ, ആക്ട് ചെയ്യാനല്ല. അപ്പോൾ ടിനി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് സെൻറ്റ് റിസോഴ്സിൽ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി. അങ്ങനെ ടിനിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം.